ഹലോ, കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കോളറുള്ള ലൂസ് കുർത്തി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇടുമെന്ന് ചോദിച്ചിട്ട്. എടാ, ഇതൊരു കുഞ്ഞു ടോപ്പാണ്, എന്നാലും ആ ഒരു ലൂസ് കുർത്തി സ്റ്റിച്ച് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെയാണ്. മെഷർമെൻറ്റും കാര്യങ്ങളും നിങ്ങളുടെ ഡ്രസ്സിൻ്റെ അളവിന് നിങ്ങളെ അളവിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ ഏതൊക്കെ മെഷർമെൻറ്റാണ് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പറഞ്ഞുതരാം. എന്തൊക്കെയാണ് ഏഡ് ചെയ്യേണ്ടത് മൈനസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ദിവസം ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാതിരുന്നത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നുള്ളൊരു സംശയത്തിലാണ്. അപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും താഴെ വന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആദ്യം ഞാൻ ചെയ്യുന്നത് ഇതേപോലെ അളവ് നോട്ട് ചെയ്ത് വെക്കും കേട്ടോ. എന്നിട്ട് മാത്രമേ ഞാൻ കട്ട് ചെയ്യാൻ നിൽക്കത്തുള്ളൂ. അതെനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. തുണി ആദ്യം ജസ്റ്റ് ഒന്ന് അയൺ ചെയ്യാം. ഇതേപോലെ നല്ല ഭാഗം ഉള്ളിലാക്കിയിട്ട് 2 മടക്ക് കേട്ടോ. അപ്പോൾ 2 മടക്കുള്ള ഭാഗം നമ്മുടെ നേരെയും 1 മടക്കുള്ള ഭാഗം ഞാൻ എൻ്റെ ഇടത് ഭാഗത്താണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി മെഷർമെൻറ്റ് വേണ്ടത് എഴുതിക്കോ. ഫസ്റ്റ് വേണ്ടത് ഫുൾ ലെങ്ത് ആണ്. ഫുൾ ലെങ്ത്ത് എത്രയാണോ അത് എഴുതാം. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടണം. താഴെ 1 ഇഞ്ച് മടക്കി അടിക്കാനും വേണം. ഷോൾഡറിൻ്റെ അടുത്ത് 1/2 ഇഞ്ച് അടിക്കാനും വേണം കേട്ടോ. അടുത്ത വേണ്ടത് ഷോൾഡറാണ്. ഷോൾഡർ എത്രയാണോ അതിൻ്റെ നേരെ പകുതി എടുക്കണം. അതാണ് നമുക്കിവിടെ അടയാളപ്പെടുത്തേണ്ടത്. നോർമൽ ചുരിദാറിൻ്റെ ടോപ്പിന് 1/2 ഇഞ്ച് കൂട്ടണം. കോളർ വരുമ്പോൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ വേണം. എന്ന് വെച്ചാൽ ഷോൾഡറിൻ്റെ അളവിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടുക കേട്ടോ. ആ ഒരു പോയിൻ്റിൽ നിന്ന് താഴേക്ക് ഷോൾഡറിൻ്റെ അളവ് എത്രയാണോ, എക്സ്ട്രാ കൂട്ടിയതല്ല, ഷോൾഡറിൻ്റെ അളവ് എത്രയാണോ ആ ഒരു അളവ് അടയാളപ്പെടുത്താം. ജസ്റ്റ് ഒന്ന് പോയിൻ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി ചെസ്റ്റിൻ്റെ അളവ് എന്ന് വെച്ചാൽ ചെസ്റ്റിൻ്റെ 4ൽ 1 ഭാഗമാണ് വേണ്ടത് കേട്ടോ. ചെസ്റ്റിൻ്റെ 4ൽ 1 ഭാഗം, 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഭാഗം എത്രയാണോ അതിൻ്റെ കൂടെ 1.5 കൂട്ടാം. ആ 1.5 കൂട്ടുന്ന സമയത്ത് കുറച്ചുകൂടി ലൂസ് വേണമെങ്കിൽ 2 എടുത്തോ കേട്ടോ. അധികം ലൂസ് വേണ്ടെങ്കിൽ 1.5 എടുത്തോ, മതിയാവും, അത് മതിയാവും. പിന്നെ വേസ്റ്റ് എവിടെയാണോ വേണ്ടത് അതൊന്ന് അടയാളപ്പെടുത്താം. ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് വേസ്റ്റിൻ്റെ വിഡ്ത്ത് അതും 4ൽ 1 ഭാഗം കാണുക. അതിൻ്റെ കൂടെ നിങ്ങൾ എത്രയാണോ സാധാരണ എന്തായാലും 1.5 ഏഡ് ചെയ്യണം കേട്ടോ. കുറച്ചുകൂടി ലൂസ് വേണമെങ്കിൽ 2, 1.5 കുറയാൻ പാടില്ല കേട്ടോ, അത് ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ 1.5ൽ കുറച്ചിട്ട് 1 ആക്കാൻ പാടില്ല. 1.5 എന്തായാലും വേണം. അതിൽ കൂടുതൽ വേണമെങ്കിൽ 2 ആക്കാം എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. പിന്നെ വേണ്ടത് ഹിപ്പാണ്. ഹിപ്പിൻ്റെ അടുത്ത് നമ്മൾ ചെസ്റ്റിൻ്റെ അടുത്തും വേസ്റ്റിൻ്റെ അടുത്തും എത്രയാണോ എടുത്തത് അതിനേക്കാളും 1/2 ഇഞ്ച് കുറക്കാം കേട്ടോ. മനസ്സിലായോ? ആ 1.5 2 എടുക്കണം എന്ന് പറഞ്ഞില്ലേ, അതിപ്പോൾ 1.5 എടുക്കുന്നതെങ്കിൽ ഹിപ്പിൻ്റെ അടുത്ത് 1 മതി. 2 എടുക്കുന്നതെങ്കിൽ ഹിപ്പിൻ്റെ അടുത്ത് 1.5 മതി. ഓക്കെ. പിന്നെ ഏറ്റവും താഴെ ഹിപ്പിൻ്റെ അളവിനേക്കാളും 2 ഇഞ്ച് എന്തായാലും കൂടുതലായിട്ട് വേണം. അതിൽ കൂടിയാലും കുഴപ്പമില്ല, അതിൽ കുറഞ്ഞാൽ ബുദ്ധിമുട്ടാവും, കാണാനും വലിയൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ, വിരിഞ്ഞ് നിൽക്കത്തില്ല. അപ്പോൾ 2 ഇഞ്ച് എന്തായാലും എടുക്കണം. ഇനി കൈക്കുഴീൻ്റെ അടുക്കുക. ഇതേപോലൊരു സ്ക്വയർ വരക്കാം. ചെസ്റ്റിൻ്റെ അളവ് അടയാളപ്പെടുത്തില്ല, അതിലേക്കൊരു സ്ക്വയർ വരക്കാം. അവിടെ നിന്ന് നമ്മൾ അളവ് വെച്ചില്ലേ അതിലേക്ക് ഇങ്ങനെ വേസ്റ്റിൻ്റെ അടുത്തുനിന്ന് ഹിപ്പിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് നേരെ താഴെ വരെ പോവാം. താഴെ വരെ പോയിട്ട് ഏറ്റവും താഴ്ന്ന മേലോട്ട് ഒരു 3/4 ഇഞ്ച് അടയാളപ്പെടുത്തി വെക്കാം കേട്ടോ. അവിടെ നിന്ന് ചെരിച്ച് വെട്ടാൻ വേണ്ടിയിട്ടാണ്. വീഡിയോയിൽ കാണുന്നില്ല എന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ജസ്റ്റ് ടോപ്പിൻ്റെ താഴെ ഭാഗം ജസ്റ്റ് ഒന്ന് ചെരിച്ച് വെട്ടാൻ വേണ്ടിയിട്ട് ഒരു 3/4 ഇഞ്ച് മേലോട്ടേക്ക് വെച്ചാൽ മതി കേട്ടോ. ഇനി ആം ഹോൾ ഇതേപോലെ വരക്കാം. ഇതേപോലെ വരക്കുമ്പോൾ എവിടെയാണ് ആം ഹോളിൻ്റെ ആ ഒരു ഷേപ്പ് നിർത്തേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു കുഞ്ഞു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ചെസ്റ്റ് അളവില്ലേ, ചെസ്റ്റ് അളവിൻ്റെ 4ൽ 1 ഭാഗം, ഞാനിപ്പോൾ ഇവിടെ 8 എടുത്തിട്ടുള്ളത് കേട്ടോ. അളവ് ചെസ്റ്റ് അളവ് 8 എടുത്തിട്ടുള്ളത്. ആ ഒരു 8 ആദ്യം അടയാളപ്പെടുത്താം. ചെസ്റ്റിൻ്റെ 4ൽ 1 ഭാഗം എത്രയാണോ അത് അടയാളപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ വെച്ചിട്ട് അടയാളപ്പെടുത്താം. ഈ ഒരു ചോക്കിനെ എത്ര നോക്കിയാലും കാണില്ല. അപ്പോൾ ചോദിക്കും വലുതെടുത്തോടെന്ന്, വലുതെടുത്താലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ആ 8 അടയാളപ്പെടുത്തിയിട്ട് 8ൽ നിന്ന് 1/2 ഇഞ്ച് അങ്ങോട്ടേക്ക് അടയാളപ്പെടുത്താം. ഓക്കെ, 8, 8.5 ആ ഒരു അടയാളം കേട്ടോ. ചെസ്റ്റിൻ്റെ അളവും അതിൻ്റെ കൂടെ ഒരു 1/2 കൂട്ടിയിട്ട് ജസ്റ്റ് ആ വരയിലൊന്ന് അടയാളപ്പെടുത്താം. അതിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഷേപ്പ് അവസാനിപ്പിക്കേണ്ടത് കേട്ടോ. എന്നിട്ട് പുറത്തേക്ക് 1 ഇഞ്ചിലേക്ക് അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ ചെയ്താൽ നല്ല രീതിക്ക് കിട്ടും. ഇനി ഷോൾഡറിൻ്റെ മേലെ ഭാഗത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്താം. എന്നിട്ട് അവിടുന്ന് ആ അടയാളപ്പെടുത്തേണ്ട അടുക്കാൻ താഴോട്ട് അളന്ന് നോക്കിയിട്ട് ആ ഒരു 1/2 ഇഞ്ച് വെച്ചില്ലേ, ആ ഒരു 1/2 ഇഞ്ചിൻ്റെ അടുത്ത് എത്ര ഉണ്ടെന്ന് നോക്കണം. അത് തന്നെയാണോ നമ്മൾ അളവിൻ്റെ ഡ്രസ്സിലെ അല്ലെങ്കിൽ നമ്മുടെ അളവിലെ കൈക്കുഴി എന്ന് കറക്റ്റ് ചെക്ക് ചെയ്യണം. അത് തന്നെ ആയിരിക്കണം, എന്നാലേ നമുക്ക് ഡ്രസ്സ് ഇടാൻ പറ്റുള്ളൂ.
അഥവാ ടൈറ്റാണെങ്കിൽ ആ ഒരു അളവ് കുറച്ച് താഴോട്ട് വരക്കുക കേട്ടോ. ആം ഹോള് ഇവിടെ ഇപ്പം ഞാൻ 6 വരച്ചിട്ടുള്ളത് കൈക്കുഴി കേട്ടോ. അപ്പം എന്തുകൊണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഒരു 6.25 കൊടുക്കാം. ടൈറ്റാണെങ്കിൽ ഒരു 6.25 താഴോട്ടേക്ക് വരച്ചിട്ട് ഷേപ്പ് ചെയ്ത് വരക്കാം. ലൂസാണെങ്കിൽ കുറച്ച് മേലോട്ടേക്ക് ഒരു 5.25 കൊടുത്തിട്ട് ഷേപ്പ് ചെയ്ത് വരക്കാം കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് അവിടെ മായ്ച്ചിട്ട് അങ്ങനെ ചെയ്യണം കേട്ടോ. ഇനി എന്താ, കഴുത്തിൻ്റെ അകലം അടയാളപ്പെടുത്തുക. അവിടുന്ന് ഷോൾഡറിൻ്റെ മേലെ ഒരു 1/2 ഇഞ്ചിൻ്റെ പോയിൻ്റ് കൊടുത്തില്ലേ, അവിടേക്ക് ചെരിച്ചൊരു വര വരയ്ക്കുക. അതാണ് ഷോൾഡർ സ്ലോപ്പ് കേട്ടോ. അതൊന്ന് അടയാളപ്പെടുത്താം. ഇനി നമുക്ക് കട്ട് ചെയ്ത് തുടങ്ങാം. കട്ട് ചെയ്യുമ്പോൾ താഴേന്ന് എന്താ ഞാൻ താഴെ നിന്നാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ എളുപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ അതേപോലെ കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ താഴേന്ന് കട്ട് ചെയ്തിട്ട് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് വരും കേട്ടോ. എന്നിട്ടാണ് മേലെ ഷോൾഡർ സ്ലോപ്പും ആം ഹോളൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ടോപ്പിന് ചെറിയൊരു വ്യത്യാസം വരുത്തുന്നുണ്ട്. നിങ്ങൾ നോർമലി ലെങ്ത്തിന് നേരെ അങ്ങ് കട്ട് ചെയ്യാം. എന്നിട്ട് ആ 1 ഇഞ്ച് ഒരു 1/4 ഇഞ്ച് സ്ലോപ്പ് വെക്കണം എന്ന് പറഞ്ഞില്ലേ, ഞാൻ മേലോട്ട് ചെറുതായിട്ടൊന്ന് മേലേക്കൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാം. താഴെ ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ അങ്ങ് എടുക്കാം. ഞാൻ എന്താ വെച്ചാൽ ഫ്രണ്ട് ഭാഗം കുറച്ച് എന്താ പറയുക ലെങ്ത്ത് കുറച്ചിട്ടും ബാക്കിലത്തെ പാർട്ട് കുറച്ച് ലെങ്ത്തിലുമാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം രണ്ടും ഈക്വലായിട്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഫ്രണ്ടിലത്തെ പാർട്ട് കുറച്ചൊന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ജസ്റ്റ് അതങ്ങ് വിട്ടേക്ക് കേട്ടോ. നിങ്ങൾക്ക് ലെങ്ത്ത് എങ്ങനെയാണോ അല്ലെങ്കിൽ താഴെ ഭാഗം എങ്ങനെയാണോ, നോർമലായിട്ടാണെങ്കിൽ നോർമലി നേരെ അങ്ങ് കട്ട് ചെയ്ത് പോയാൽ മതി. അറ്റ ഭാഗം എത്തുമ്പോൾ ഒന്ന് ചെരിച്ച് കൊടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അത് ഞാനിപ്പോൾ ഇതിൽ ഇങ്ങനെ ചെയ്യുന്നെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ഞാനൊരു കുഞ്ഞു ടോപ്പാണ് ചെയ്യുന്നത്, എൻ്റെ മോൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ കുർത്തിയായി കേട്ടോ. നമ്മളെ ലെങ്ത്തിലും മെഷർമെൻറ്റിലും മാറ്റം വരുത്തിയാൽ തന്നെ എല്ലാം ഇതായില്ലേ. ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ആ ഒരു ഫ്രണ്ട് പാർട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് വരച്ചൊന്നും തന്നില്ല, ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വീഡിയോ കുറച്ച് ഞാൻ സ്ലോ ആക്കിയതാണ്, കാരണം എനിക്കിതിൻ്റെ കൂടെ പറഞ്ഞിട്ട് എത്തുന്നില്ല കേട്ടോ. ഇത്തിരി സ്പീഡ് കൂട്ടിയപ്പോൾ എനിക്കിതിൻ്റെ കൂടെ എത്തുന്നില്ല. എങ്ങനെ പറഞ്ഞിട്ടും ഇതിന് വീഡിയോൻ്റെ ഒപ്പം തന്നെ എൻ്റെ വാക്കുകൾ എത്താത്തത് കൊണ്ട് ഞാനൊന്ന് സ്ലോ ആക്കി എടുത്തതാണ്. ഇനി സൈഡിലൂടെ ഇതേപോലെ കട്ട് ചെയ്യാം. ഈ നിങ്ങൾ അടയാളപ്പെടുത്തിയില്ല, അതിലൂടെ അങ്ങ് കട്ട് ചെയ്യാം. അതിപ്പോൾ മേലിൽ നിന്ന് താഴോട്ടാണെങ്കിലും താഴെ നിന്ന് മേലോട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ ആകുന്നത് ആ ഒരു രീതിയിൽ കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സൈഡിൽ നിന്ന് ഇതേപോലെയാണ് കട്ട് ചെയ്തിട്ട് മേലേക്ക് വരും. എന്നിട്ട് ഷോൾഡറിൻ്റെ ഭാഗം നെക്ക്, പിന്നെ ഷോൾഡർ സ്ലോപ്പ്, ആം ഹോളിൻ്റെ ആ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്തെടുക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്യാം. ഈ ഒരു തുണി ഒരു ഒരു ഒഴുകി നടക്കുന്ന ചെറിയ രീതിക്കൊരു ഒഴുക്കൻ ടൈപ്പാണ് കേട്ടോ. വിചാരിച്ച പോലെ അവിടെ കറക്റ്റ് നിൽക്കുന്നൊന്നുമില്ല, കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, സ്റ്റിച്ച് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഇതേപോലെ ഷോൾഡർ സ്ലോപ്പ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ആം ഹോൾ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിൽ ക്യാമറ വെച്ചത് കൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴത്തെ സൈഡിൽ വന്നിട്ട് ആം ഹോൾ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പതിയെ ആ തുണീനെ ചെരിച്ച് ഇപ്പോഴത്തെ സൈഡിലേക്ക് വെക്കുന്നുണ്ട്. എല്ലാ തുണി അങ്ങനെ വെക്കാൻ പറ്റണമെന്നില്ല കേട്ടോ. ചില സമയത്ത് മെഷർമെൻറ്റ് ആ മടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനൊക്കെ സാധ്യത ഉണ്ട്. അങ്ങനെ ചെയ്യുന്നവർ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ഇനി ആം ഹോൾ കട്ട് ചെയ്തെടുക്കാം. ആം ഹോൾ കട്ട് ചെയ്യുമ്പം അധികം ഉള്ളിലേക്കും പുറത്തേക്കൊന്നും കട്ട് ചെയ്ത് പോകരുത് കേട്ടോ. ഉള്ളിലേക്ക് ഒട്ടും പോകരുത്, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പുറത്തേക്കാകുമ്പോൾ നമുക്ക് പിന്നെയും ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. ഇനി ബാക്കിലത്തെ പാർട്ട് മാറ്റാം. ഫ്രണ്ടിലത്തെ ടോപ്പിൻ്റെ കൈക്കുഴി കുറച്ചുകൂടി ഒന്ന് കുഴിച്ച് വെട്ടണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് താഴോട്ടേക്കായിട്ട് ഇതേപോലെ ഷേപ്പ് ചെയ്ത് വരക്കാം. 1/2 ഇഞ്ച് നിങ്ങൾ അടയാളപ്പെടുത്തി വരക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ റഫായിട്ട് അങ്ങ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ കേട്ടോ. ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെട്ടുക കേട്ടോ. ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗത്ത് ചുളിവ് വരും. ചില ഡ്രസ്സ് ഇട്ടാൽ ആ ഒരു ചുളിവ് വരാതിരിക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഇങ്ങനെ എല്ലാ ഡ്രസ്സിലും ചെയ്യുന്നതാണ് കേട്ടോ. കൈൻ്റെ ഫ്രണ്ട് ഭാഗം പിന്നെ ടോപ്പിൻ്റെ കൈക്കുഴീൻ്റെ ഭാഗവും ഒന്ന് കുഴിച്ച് വെട്ടുന്നതാണ്. അടുത്ത ചെയ്യേണ്ടത് സ്ലീവാണ് വേണ്ടത്. അപ്പോൾ സ്ലീവിന് വേണ്ടിയിട്ടുള്ള തുണി ഇതേപോലെ മടക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ 4 പീസ് ഉണ്ടാവും കേട്ടോ. 4 പീസ് എന്ന് വെച്ചാൽ 2 പീസ് ഉണ്ടാവും ഫോൾഡ് ചെയ്ത് ബാക്കി. ഇതിപ്പോൾ എന്താ പറയുക, 2 മടക്കാക്കി വെക്കുക, 2 പീസ്. ഇതിൽ വേണ്ടത് ലെങ്ത്ത്, സ്ലീവിൻ്റെ ലെങ്ത്ത് വേണം. അതിന് മുമ്പേ നമ്മൾ ടോപ്പിൻ്റെ ഭാഗത്ത് ആം ഹോളില്ലേ, അത് അളവെടുക്കുക കേട്ടോ. ആ ഒരു അളവെടുത്തിട്ട് അതിൽ നിന്നും 1 ഇഞ്ച് മൈനസ് ചെയ്യാം. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ 1 ഇഞ്ച് മൈനസ് ചെയ്യണ്ട കേട്ടോ. 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ മൈനസ് ചെയ്താൽ മതി. നമ്മുടെ കൈക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു അളവെടുക്കുന്നത്. അതിൽ കുറഞ്ഞു പോയാൽ ബുദ്ധിമുട്ടാവും. കൈ ആം ഹോളിൻ്റെ അടുത്ത് കറക്റ്റ് തുന്നാൻ കിട്ടത്തില്ല. കൂടിപ്പോയാലും നമുക്ക് ലാസ്റ്റ് അത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ 1 ഇഞ്ച് എടുത്താൽ കറക്റ്റ് കിട്ടും. അഥവാ നിങ്ങൾക്കൊരു പേടി ഉണ്ടെങ്കിൽ ആ ഒരു ആം ഹോളിൻ്റെ അടുക്കുന്ന ഒരു 1/4 ഇഞ്ചോ അല്ലെങ്കിൽ 1/2 ഇഞ്ചോ മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന അളവ് ഇതേപോലെ അടയാളപ്പെടുത്താം. ആ ഒരു അളവാണ് ഇപ്പം ഞാൻ വരച്ചത് കേട്ടോ. ഇതിൽ വേണ്ടത് ലെങ്ത്തിൻ്റെ കൂടെ 1 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ആ ഒരു 1 ഇഞ്ചിൻ്റെ എടുക്കുന്നത് താഴോട്ടാണ് ആം ഹോളിൻ്റെ അളവ് നമ്മളിപ്പോൾ എടുത്തില്ലേ, ആ ഒരളവ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടുന്ന് 1 ഇഞ്ച് താഴോട്ടാക്കിയിട്ട് ഇതേപോലെ ഒരു ലൈന് വരക്കുക. എന്നിട്ട് അതിനെ ഷേപ്പാക്കാം. ഇനി ഈ ലൈന് വരച്ചിട്ട് ഷേപ്പാക്കുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ സ്ട്രെയിറ്റ് ലൈന് വരക്കുക. സെൻറ്റർ എടുക്കാം. സെൻറ്ററിൽ നിന്ന് 1/2 ഇഞ്ച് ഇപ്പുറത്തും 1/2 ഇഞ്ച് അപ്പുറത്തേക്കും കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു 1/2 ഇഞ്ച് കൊടുത്തതിൻ്റെ അതിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ട് ഷേപ്പ് കൊടുക്കാം. മനസ്സിലായോ? ഞാൻ വരച്ചില്ലേ, അതേപോലെ അങ്ങനെ അങ്ങ് ഷേപ്പ് കൊടുക്കാം. എനിക്ക് തോന്നുന്നു ഞാനിനി സ്റ്റിച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന്. അതാകുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് പറയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ അല്ലെങ്കിൽ സ്പീഡ് ഉണ്ടോ എന്താണെങ്കിലും താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യും. ചീത്ത വിളിക്കാൻ പാടില്ല, കാരണം ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ പറയുന്നതും ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. മനസ്സിലായാലും ഇല്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് എനിക്ക് തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ച് തരാം കേട്ടോ. ഇതേപോലെ ആം ഹോൾ കൈൻ്റെ ഭാഗം കട്ട് ചെയ്തു. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല ഭാഗം 2 തുണിയുടെയും നല്ല ഭാഗം ഫേസ് ടു ഫേസ് വെക്കുക കേട്ടോ. നല്ല ഭാഗം വെക്കാം. ഇനി ചെയ്യേണ്ടത് ഫ്രണ്ടിലെ ഭാഗം ഉണ്ടാവില്ലേ കൈയുടെ, അവിടെ ഒന്ന് കുഴിച്ച് വെട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കറക്റ്റ് വെക്കണം, അല്ലെങ്കിൽ ഓരോ കൈയും വ്യത്യാസമായി പോകും കേട്ടോ. 2 കൈയും ഒരുപോലെ വെക്കണം. ഇനി ഇവിടുന്ന് 1 ഇഞ്ച് മേലേന്ന് ഇതേപോലെ 1/2 ഇഞ്ച് ഉള്ളിലേക്കാക്കിയിട്ട് ഇതേപോലെ അങ്ങ് വരക്കുക കേട്ടോ. ഇതേപോലെ വരച്ചിട്ട് നമ്മൾ സെൻറ്ററിൻ്റെ എടുക്കുന്ന 1 ഇഞ്ച് താഴോട്ടായിട്ടാണ് ഇത് അവസാനിക്കേണ്ടത് കേട്ടോ. പിന്നെ ഇതിന് കറക്റ്റ് ഇക്വേഷനും മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഞാൻ സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഞാനിത് റഫായിട്ട് ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ചെയ്യേണ്ടത് നമ്മുടെ നെക്കിൻ്റെ വർക്കാണ്. അതിനിടയിൽ ഒരു ചുമ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നു കേട്ടോ. ഇനി നെക്കിന് വേണ്ടിയിട്ട് ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ക്യാൻവാസിൽ നെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണോ അത് അടയാളപ്പെടുത്താം. ലെങ്ത്തിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂടെ ആഡ് ചെയ്തിട്ട് അടയാളപ്പെടുത്തണം കേട്ടോ. ലെങ്ത്തിൻ്റെ കൂടെ 1/2 ഇഞ്ച്. ആ ഒരു 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ ഉള്ളിലേക്ക് പോവും. അത് എടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് കഴുത്ത് ഇറക്കം കുറയും കേട്ടോ. നിങ്ങളെ അളവിനേക്കാളും കുറവുണ്ടാവും. അപ്പോൾ 1/2 ഇഞ്ച് കൂട്ടിയെടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ 1 ഇഞ്ച് ആ ഒരു ലൈനിൽ നിന്ന് പുറത്തേക്ക് വരയണം. ഇതേപോലെ ഒരു വര മേലേയും കൊടുക്കണം കേട്ടോ. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ നെക്കിന് വേണ്ട ക്യാൻവാസ്. ആ ഒരു മേലത്തെ വരയില്ല, ആ വര അത് അവിടെ വെക്കുന്ന വെച്ചാൽ അത് ആവശ്യമില്ല, പിന്നീട് കട്ട് ചെയ്ത് മാറ്റുന്നതാണ്. എന്നാൽ അതുണ്ടെങ്കിൽ തുണിയിൽ ആ നെക്ക് തെന്നിപ്പോകാനൊന്നും നിൽക്കില്ല, കറക്റ്റ് അവിടെ നിന്നോളും കേട്ടോ. കറക്റ്റ് എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് കറക്റ്റ് മനസ്സിലാവും. നമുക്ക് ആ ഒരു സ്ട്രെയിറ്റ് ലൈന് പോലെ അത് അവിടെ ഉള്ളതുകൊണ്ട് അപ്പോൾ അങ്ങനെ വെക്കുന്നത് നല്ലതാണ്. ചിലരങ്ങനെ വെക്കില്ല, എന്നാൽ ഇപ്പം മിക്കവരും അങ്ങനെ വെക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇനി ക്യാൻവാസ് നല്ല തുണിയിൽ ഒട്ടിക്കണം. നല്ല തുണിയുടെ ചീത്ത ഭാഗത്താണ് ഒട്ടിക്കുന്നത് കേട്ടോ. നമ്മൾ ടോപ്പിൻ്റെ ബാലൻസ് വരുന്ന തുണിയിൽ ഇനിയിപ്പോൾ ചിലത് അങ്ങനെ തുണി കിട്ടിയിട്ടില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മേച്ചാകുന്ന ഏതെങ്കിലും ഒരു തുണി മതി കേട്ടോ. ആ തുണിയുടെ ചീത്ത ഭാഗത്തായിട്ട് ഒട്ടിക്കാം. എന്നിട്ട് 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കഴുത്തിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു. സ്ലീവായി, ടോപ്പിൻ്റെ ഭാഗമായി, കഴുത്തായി കേട്ടോ. ഇനിയിപ്പോൾ എന്താ വേണ്ടത് നമുക്ക്? ഇനി ഒരു കാര്യം പറയാൻ വിട്ടു, കോളറ വെക്കാമല്ലോ. അപ്പോൾ ഈ ഒരു വീനക്കിൻ്റെ ഇവിടെയായിട്ട് നോർമലി ഒരു വലിയൊരാൾക്ക് 4 ഇഞ്ചാണ് വേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു കുട്ടിക്ക് വേണ്ടി ചെയ്യുന്നതുകൊണ്ട് തന്നെ 2.5 എടുത്തത്. അപ്പോൾ വലിയൊരാൾക്ക് 4 ഇഞ്ച് താഴേക്ക് ഇത് അതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കണം കേട്ടോ. അവിടെയാണ് നമ്മൾ കോളറ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 ഭാഗത്ത് 4 ഇഞ്ച്, 3.5 4, അതിൽ കൂടാൻ പാടില്ല, 4 കൂടാൻ പാടില്ല, കുറയാനും പാടില്ല കേട്ടോ. അത് ശ്രദ്ധിക്കണം. കുറയാൻ എന്തായാലും പാടില്ല, കോളറ കുറച്ചുകൂടി മേലേക്കായി പോവും. 4.5 ഒന്നും ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ ഒരു വര വരാം. പിന്നെ ബാക്ക് പാർട്ടിൻ്റെ നെക്ക് ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച്
താഴ്ത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നെക്കകലം അടയാളപ്പെടുത്തും. പിന്നെ ലെങ്ത്ത് 1 ഇഞ്ചോ 3/4 ഇഞ്ചോ, അതിൽ കൂടുതൽ വേണ്ട. കോളർ താഴോട്ടേക്ക് ആവും കേട്ടോ. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു മെത്തേഡില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ചെയിൻ മെത്തേഡ് എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതിന് വേണ്ടിയിട്ട് ആ ഒരു ഓർഡറിൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന് ലൈനിങ്ങും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം കഴിയും. പിന്നെ ലൈനിങ് ഉണ്ടെങ്കിൽ ആദ്യം എടുത്ത നല്ല പാട്ടിൽ ലൈനിങ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. ഇനി ഇതാ ഫസ്റ്റ് ആ ഒരു നെക്കിൻ്റെ 2 സൈഡും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് വന്ന് ഒരു ചെയിൻ മെത്തേഡിൽ പോകാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എങ്കിൽ എന്താ അതിൻ്റെ ഇടയിൽ എനിക്ക് സ്റ്റിച്ചിങ്ങിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്നൊരു സംശയം വന്നപ്പോൾ ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ആ സ്റ്റിച്ച് ഓക്കെ ആണെന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൈയുടെ അറ്റം ഇതേപോലെ മടക്കി വെക്കുക കേട്ടോ. താഴെ ഭാഗം 2 കൈയുടെ താഴെ ഭാഗം ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പോവാം. ഓക്കെ, ഒരു കൈ കഴിഞ്ഞു. അടുത്ത കൈയും ഇതേപോലെ അങ്ങ് കേട്ടോ. ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ പണിയൊന്നും ഇതിൽ ഉണ്ടാവില്ല. ഒരു പെട്ടെന്ന് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കഴിയും. ഇനിയിപ്പോൾ നമുക്ക് കോളറ കട്ട് ചെയ്യണം, ആ ഒരു പണിയേ ഉള്ളൂ കേട്ടോ. ബാക്കി ഇനിയിപ്പോൾ എല്ലാം ജോയിൻ ചെയ്യേണ്ട ഒരു പണിയേ ഉള്ളൂ. പിന്നെ നെക്ക് അതിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കണം, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ ഒരു ചുമ എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെന്ന്. ഇനി വന്നിട്ട് സ്ലീവിൻ്റെ താഴെ ഭാഗം മടക്കി അടിച്ചു കേട്ടോ. മടക്കി അടിച്ചതിന് ശേഷം ഫ്രണ്ടിലത്തെ പാർട്ട് എടുക്കാം, അതിലേക്ക് ഈ ഒരു ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണ്. സെൻറ്ററിൽ നിന്ന് താഴേക്ക് ഇതേപോലെ ഒരു അടിപ്പ് കൊടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ തെന്നിപ്പോവില്ല. അങ്ങനെ കൊടുത്തിട്ട് കഴുത്ത് സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കണ്ടിന്യൂ ആയിട്ട് ആ ഒരു ഷേപ്പ് അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. സൂചി അവിടെ നിന്ന് പൊന്തിച്ചെടുക്കാതെ ഇതേപോലെ തുണി ചെരിച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഒരു 4 ഇഞ്ചിൻ്റെ ഒരു ഇത് പറഞ്ഞില്ലേ, അവിടെ വരെ മാത്രമേ ഇത് ഈ ഒരു സ്റ്റിച്ച് എത്താൻ പാടുള്ളൂ. അവിടെ അവസാനിപ്പിക്കണം. അവിടെ ഒരു 2-3 സ്റ്റിച്ച് ചെയ്തിട്ട് ലോക്ക് ചെയ്തിട്ട് എടുക്കാം. അതേപോലെ ഇപ്പത്തെ സൈഡും ആ ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ 3.5 ഇഞ്ചിലേക്ക് അടയാളപ്പെടുത്തിയിട്ടില്ലേ, അവിടെ ആ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ നിർത്തണം കേട്ടോ. നമുക്ക് അവിടുന്ന് മേലേക്ക് കോളറ വരേണ്ടതാണ്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പോയിന്റ് വെച്ചത് കേട്ടോ. ഇതേപോലെ നൂലൊക്കെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നെക്ക് കട്ട് ചെയ്യില്ലേ, ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ പതിയെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നൂല് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അടിയിലത്തെ തുണി കട്ട് ചെയ്ത് പോകാനോ ഒന്നും പാടില്ല, ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ. ഇങ്ങനെ ചെയ്ത ശേഷം കുഞ്ഞു കുഞ്ഞു വെട്ട് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ആ പോയിൻറ്റിൻ്റെ സ്ഥലത്ത് മാത്രം നേരെ കട്ട് ചെയ്യാം കേട്ടോ. ആ ഒരു പോയിൻറ്റില്ലേ 4 ഇഞ്ച് അല്ലെങ്കിൽ 3.5 ഇഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്, അവിടെ നേരെ കട്ട് ചെയ്യാം. ബാക്കിയൊക്കെ ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യാം. അതെന്ന് വെച്ചാൽ മറിച്ചിടുമ്പോൾ ഭയങ്കര കുറച്ച് ഫ്ലെക്സിബിളായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിനെ പതിച്ചടിക്കാം. പതിച്ചടിക്കുന്ന സമയത്ത് അറ്റത്തെ ഭാഗം നോർമൽ തുണി തന്നെയായിരിക്കും, ക്യാൻവാസ് ഉണ്ടാവില്ല. പിന്നെ അവിടെ നിന്ന് താഴോട്ട് ക്യാൻവാസുള്ള ഭാഗം പതിച്ചങ്ങ് അടിച്ചു പോകും കേട്ടോ. ഞാൻ എല്ലാ ടോപ്പിനും ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ സ്റ്റിച്ച് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യാറില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, കഴിഞ്ഞ മെറൂണിൽ നെക്കിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് കാണുന്നില്ല, ഉള്ളിലായിട്ടാണ് പതിച്ചടിച്ചത്. ഇതിപ്പം ഇങ്ങനെ അങ്ങ് പുറത്തേക്ക് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ക്യാൻവാസിൻ്റെ ഭാഗം നമ്മൾ ഒരു 4 ഇഞ്ചിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അവിടെ വരെ ഇങ്ങനെ ക്യാൻവാസ് പതിപ്പിച്ചടിക്കാം. അവിടുന്ന് മേലേക്ക് നേരെ അങ്ങ് പോവാം കേട്ടോ. താഴത്തെ പീസും കൂട്ടി അങ്ങ് അടിക്കാം. അപ്പോൾ അങ്ങനെ അടിക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ തെറിച്ച് നിൽക്കുന്നുണ്ട്, ആ ഒരു 4 ഇഞ്ചിൻ്റെ അടയാളപ്പെടുത്തിയത് കേട്ടോ. ഇനി അവിടെ നമ്മൾ കോളറ വെക്കണം. അപ്പോൾ അതിന് മുമ്പേ ഷോൾഡർ ജോയിൻ ചെയ്യാം, സ്ലീവ് കൂടെ ജോയിൻ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഒറ്റ സ്റ്റിച്ച് തന്നെ അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കോളറ വെച്ചിട്ട് പിന്നെയും വന്ന് സ്ലീവ് അടിക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് പരമാവധി ഒറ്റ ഇരുത്തത്തിൽ എത്രത്തോളം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സമയം ലാഭിക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇരുത്തത്തിൽ നമുക്ക് ഷോൾഡറും സ്ലീവൊക്കെ ജോയിൻ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. വീണ്ടും അടുത്തത് കോളറ വെക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നില്ല കേട്ടോ. സൈഡ് കൂടി ഇതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്ത് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ ചെയ്യുന്നില്ല. വെച്ച് കോളർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സൈഡ് ജോയിൻ ചെയ്യാമെന്ന് അങ്ങനെ വിചാരിച്ചതുകൊണ്ട് ആ ഒരു ഭാഗം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്തു. ഇനി സ്ലീവ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ആദ്യം സ്ലീവിൻ്റെ സെൻറ്റർ കണ്ടിട്ട് ഒരു ഭാഗത്തേക്ക് ഇതേപോലെ പോവാം. അവിടെ അവസാനിപ്പിച്ചു. ഇനി
ആ സെൻറ്ററിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് അതേപോലെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ അങ്ങനെ അങ്ങ് അടിച്ച് പോകാം കേട്ടോ. ഇങ്ങനെ അടിച്ചതിന് ശേഷം ഒരടിപ്പ് കൂടെ അറ്റത്തുനിന്ന് ഇപ്പുറത്തെ അറ്റത്തേക്ക് ഒരടിപ്പ് കൂടെ 2 സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. അത് അങ്ങനെ കൊടുക്കുന്നതാണ് നല്ലത്, കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കും. പിന്നീട് അടുത്ത സ്ലീവ് കൂടെ അതേപോലെ ചെയ്തെടുക്കാം. സെൻറ്ററിൽ നിന്ന് ഒരു ഭാഗത്തേക്ക് പോവാം, അടുത്തത് വീണ്ടും ആ സെൻറ്ററിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് പോവാം. പിന്നെ ഒരു ഒറ്റ സ്റ്റിച്ച് അറ്റത്തുനിന്ന് ഇപ്പുറത്തെ അറ്റത്തേക്ക് നേരെ അങ്ങ് പോവാം. അതുകൂടെ കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കോളറ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പേ വേറൊരു കാര്യമുണ്ട്. നമ്മൾ സ്ലീവിൻ്റെ ഭാഗത്ത് കുറച്ച് പുറത്തെങ്ങാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലേബലാക്കാനുള്ളൊരു സമയം കൂടിയാണ്. എൻ്റെ ഷോൾഡറിന് കോളറിന് വേണ്ടിയിട്ട് അളവെടുക്കുകയാണ്. ആ ഒരു തെറിച്ച് മുന്നിലേക്ക് നിൽക്കുന്ന ഭാഗമില്ലേ, അവിടുന്ന് അപ്പുറത്തെ സൈഡ് വരെ അളവെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു വട്ടം എടുത്താൽ പോലെ 2-3 വട്ടം അത് എടുത്തിട്ട് കറക്റ്റാണോ നോക്കണം. ഞാനിപ്പോൾ ഒരു വട്ടം എടുത്തു, രണ്ടാമത്തെ പ്രാവശ്യം അത് തന്നെ എടുത്ത് നോക്കുകയാണ്. കറക്റ്റാണ്, ആ ഒരു മെഷർമെൻറ്റ് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ക്യാൻവാസ് എടുക്കാം. ആ ഒരു മെഷർമെൻറ്റ് എത്രയാണോ അതിൻ്റെ നേരെ പകുതി പിന്നെ ടാപ്പ് വെച്ചിട്ട് ഇങ്ങനെ തന്നെ എടുക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാളും ടാപ്പ് നേരെ ഇങ്ങനെ മടക്കിയിട്ട് എത്രയാണോ കിട്ടുന്നത് അത് അടയാളപ്പെടുത്താം. നേരെ പകുതിയാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ ക്യാൻവാസിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, അതിലേക്ക് ആ ഒരു അളവ് മെഷർമെൻറ്റ് എഴുതാം. അടുത്ത വേണ്ടത് കോളറിൻ്റെ വീതി 3 കേട്ടോ. നോർമലി ഒരാൾക്ക് 3 വേണ്ടത്. ആ ഒരു 3 എടുക്കാം. ഞാൻ 2.5 എടുത്ത് കുഞ്ഞുകുട്ടിയുടേതായതുകൊണ്ടാണ് 2.5 എടുത്തത്. അപ്പോൾ വലിയ ആൾക്ക് 3 വേണം. ഇനി ഈ ഒരു സൈഡിന് സെൻറ്റർ കാണാം, ഇവിടുന്ന് അരയിഞ്ച് മേലേക്ക് കാണാം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വരക്കാം. ഇനി ഈ ഒരു അറ്റത്തുനിന്ന് 1 ഇഞ്ച് പുറത്തേക്ക് കൊടുക്കാം. അവിടേക്ക് ഇതേപോലെ വരക്കണം. ഒരു സ്ട്രെയിറ്റ് ലൈനാണ് വരക്കേണ്ടത്. ആദ്യം ഞാൻ റഫായിട്ട് വരച്ചു പോയി, എന്തോ ഓർത്തിട്ട് അങ്ങനെ വരച്ചു പോയതാണ്. പിന്നെ ഇവിടുന്ന് സ്ട്രെയിറ്റ് ലൈന് വരക്കാം. പക്ഷേ ഞാൻ എന്താണെന്നറിയില്ല, എന്നല്ല എനിക്ക് ആ ഒരു കോളർ എൻ്റെ അടുത്ത് ഒരു കുഞ്ഞ് ഷേപ്പ് വേണമെന്ന് തോന്നിയിട്ട് ഒന്ന് ഷേപ്പ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ സ്ട്രെയിറ്റ് ലൈനെ വരച്ചാൽ മതി കേട്ടോ. ഇനി ഈ ഒരു ഭാഗം അളന്നിട്ട് കൺഫേം ചെയ്യണം കേട്ടോ. അരയിഞ്ച് ഷേപ്പ് ചെയ്ത് വരച്ചില്ലേ നമ്മൾ, അവിടുന്ന് താഴേക്ക് നമ്മുടെ കോളറിൻ്റെ അളവിൻ്റെ നേരെ പകുതി എത്രയാണോ കിട്ടിയത് അത് കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. കറക്റ്റ് അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യണം കേട്ടോ. അത് കറക്റ്റാക്കിയാൽ മാത്രമേ കോളറ് കറക്റ്റ് നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ കൂടിപ്പോവാനോ കുറഞ്ഞു പോകാനോ ഒക്കെ സാധ്യതയുണ്ട്. നമ്മൾ അളവ് കറക്റ്റായിരിക്കണം, അതിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ല. നിങ്ങൾ അളവ് എടുത്ത് കറക്റ്റ് ചെയ്തിട്ട് തന്നെ കട്ട് ചെയ്യാം കേട്ടോ. ഇനി ഒരു തുണി എടുക്കുക, അതിൻ്റെ ചീത്ത ഭാഗത്തേക്ക് ക്യാൻവാസ് വെക്കാം. ഇതേപോലെ അയൺ ചെയ്ത് ഒട്ടിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു പീസ് കൂടെ വേണം, 2 പീസ് വേണം. അപ്പോൾ ആദ്യം ഇത് അയൺ ചെയ്തു 1/2 ഇഞ്ച് അകലത്തിൽ, ക്യാൻവാസിനേക്കാളും 1/2 ഇഞ്ച് പുറത്തേക്കായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി ഒരു പീസ് കൂടെ വേണം. അപ്പോൾ ഇതാ ഒരു പീസ് കൂടെ ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിൻ ചെയ്ത് വെച്ചത് കേട്ടോ. എന്നിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്. ആദ്യത്തെ തുണിയുടെ അതേ അളവിൽ തന്നെ കട്ട് ചെയ്ത് പോവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അതിന് മുമ്പ് ആ പിന്നൊക്കെ ഒന്ന് അഴിച്ച് മാറ്റുന്നുണ്ട്. ക്യാൻവാസ് ഓൾറെഡി അതിൽ ഒട്ടിയിട്ടാണുള്ളത് കേട്ടോ. അപ്പോൾ പിന്നൊക്കെ അഴിച്ച് മാറ്റി. ഇനി നമ്മൾ ഇതിൻ്റെ താഴെ ഭാഗം പുറത്തേക്ക് കോണ് പോലെ വരുന്നതല്ല, താഴത്തെ ഭാഗം ക്യാൻവാസിൻ്റെ കൂടെ തന്നെ ഇതേപോലെ മടക്കി അടിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കോളറ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി വൃത്തി ഉണ്ടാവും. അപ്പോൾ എന്താ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇതേപോലെ താഴത്തെ ഭാഗം മടക്കി അടിക്കാം. ഓക്കെ, ഇതേപോലെ മടക്കി അടിക്കാം. ഇനി ചെയ്യേണ്ടത് അടുത്ത തുണി എടുക്കാം. നല്ല ഭാഗവും ഇങ്ങനെ എന്താ പറയുക ഒരുമിച്ച് വെച്ചതിന് ശേഷം കറക്റ്റ് വെക്കണം കേട്ടോ. കറക്റ്റ് മേലത്തെ ഭാഗം കറക്റ്റായത് വെച്ചതിന് ശേഷം ഈ ഒരു 3 ഭാഗവും ക്യാൻവാസിൻ്റെ അടുത്തായിട്ട് ഇതേപോലെ അടിച്ചു പോകാം കേട്ടോ. നമ്മൾ ആദ്യം ക്യാൻവാസിലേക്ക് മടക്കി അടിച്ചില്ല, ആ ഭാഗമല്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഭാഗമാണ് ഇതേപോലെ അടിക്കുന്നത്. ക്യാൻവാസിൻ്റെ അടുത്ത് കൂടെ, ക്യാൻവാസിൽ കയറാൻ പാടില്ല, പുറത്താവാനും പാടില്ല എന്നുള്ള രീതിയിൽ അത്രയും അടുത്ത് കൂടെ കൊണ്ടുപോകാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്യട്ടോ. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെരിച്ചിട്ടൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുന്ന സമയത്ത് നൂല് കട്ട് ചെയ്ത് പോവാതെ ശ്രദ്ധിക്കണം.
എന്നിട്ട് മറിച്ചിടുക കേട്ടോ. മറിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മൾ കോളർ സെറ്റായിട്ടുണ്ട്. ആ ചുമ വന്നതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ഒരു ഡിസ്റ്റർബൻസ് എനിക്ക് ഉണ്ട് കേട്ടോ. തൊണ്ടയ്ക്ക് ഒരു ചൊറിച്ചിലൊക്കെ വരുന്നുണ്ട്. പെട്ടെന്ന് ഇത് പറഞ്ഞു തീർക്കാനുള്ളൊരിത് വന്നു എനിക്ക്. എന്താ കോളറയുടെ മറിച്ചിട്ടു. കോണൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ പതിച്ചടിക്കുക കേട്ടോ. അപ്പം തന്നെ നമുക്കൊരു മനസ്സിനൊരാശ്വാസം കിട്ടും. ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിനൊരാശ്വാസം കേട്ടോ. ഈ ഒരു കോളറയുടെ ഷേപ്പ് കാണുമ്പോൾ തന്നെ സക്സസ് ആയി എന്നുള്ളത് എനിക്കങ്ങനെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അതുകൂടെ സെറ്റായി. ഇനി ഇത് നല്ല ഭാഗത്തേക്കല്ല, നല്ല തുണിയിലേക്ക് വെക്കണം. അതിന് മുമ്പ് എന്താ ഇതിൻ്റെ സെൻറ്റർ കാണണം കേട്ടോ. അപ്പോൾ ഇതേപോലെ സെൻറ്റർ കാണാം. ഇനി നമ്മുടെ ടോപ്പിൻ്റെ ഭാഗം എടുക്കാം. ടോപ്പിൻ്റെ ഭാഗം എടുത്തിട്ട് ഈ ഒരു ക്യാൻവാസ് എന്നല്ല, ഈ ഒരു കോളറ കേട്ടോ. ഈ ഒരു കോളറ ടോപ്പിൻ്റെ നല്ല ഭാഗത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. ഈ എന്തോ ഷർട്ട് മോഡൽ ഇങ്ങനത്തെ കോളറൊക്കെ ആദ്യം നല്ല ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ടിട്ട് അടിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ നല്ല ഭാഗത്ത് ആദ്യം സെൻറ്ററിൽ അടിച്ചിട്ട് ഒരു സൈഡിലേക്ക് വന്ന് നമ്മൾ 4 ഇഞ്ച് പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നില്ലേ കുറച്ചൊരു പീസ്, അവിടെ വരെ കറക്റ്റായിരിക്കും. നമ്മൾ അളവ് കറക്റ്റാണെങ്കിൽ അത് അവിടെ തന്നെ കറക്റ്റായിട്ട് എത്തും കേട്ടോ. അങ്ങനെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇനി അവിടുന്ന് ഓപ്പോസിറ്റായിട്ടും അതേപോലെ ചെയ്യട്ടോ. അപ്പം കോളറിൻ്റെ സെൻറ്ററും കാണണം, നമ്മൾ തുണിയുടെ ബാക്ക് നെക്കില്ലേ അതിൻ്റെ സെൻറ്ററും കാണണം കേട്ടോ. എന്നിട്ട് ആ സെൻറ്ററിൽ വെച്ചിട്ടാണ് ഇപ്പുറത്തേക്കും അടിച്ചിട്ട് താഴേക്ക് എത്തേണ്ടത്. എന്നിട്ട് 4 ഇഞ്ച് അടയാളപ്പെടുത്തി അപ്പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അവിടെ കറക്റ്റായിട്ട് എത്തിക്കും എന്ന് വെച്ചാൽ വലിച്ചു പിടിക്കുകയൊന്നും വേണ്ട. മെഷർമെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ അത് കറക്റ്റായിട്ട് എത്തും. പിന്നെ കോളറ വെക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വലിച്ചു പിടിക്കാനൊന്നും പാടില്ല. അപ്പോൾ അത് കോളർ തന്നെ ഡാമേജ് ആകും കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുന്നൊരു ഇതുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ വലിച്ചു പിടിക്കരുത്. ലൂസായിട്ട് കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോകാൻ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ കോളറ വെച്ചിട്ടുള്ള ടോപ്പിൻ്റെ ഏകദേശം അവസാനത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ. കോളറ ഫിക്സ് ചെയ്ത് ഇനി സൈഡ് കൂടെ ജോയിൻ ചെയ്ത് താഴെ ഭാഗം കൂടെ അടിച്ച് കഴിഞ്ഞാൽ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ കോളറ സെറ്റ് ചെയ്തു. ഇനി എക്സ്ട്രാ വരുന്ന നൂലൊക്കെ കട്ട് ചെയ്യാം. പരമാവധി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ എക്സ്ട്രാ നൂലൊക്കെ എവിടെയെങ്കിലും പൊങ്ങിക്കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതപ്പം തന്നെ കട്ട് ചെയ്ത് മാറ്റിക്കോട്ടോ. പിന്നീട് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട. പിന്നെ ചിലപ്പോൾ അത് നമ്മൾ കണ്ണ് പെട്ടെന്ന് വരില്ല കേട്ടോ. ഇനി സൈഡ് അടിക്കണം. സൈഡ് ലൂസ് ടോപ്പാണ് വേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ ലൂസ് ടോപ്പാണ് എനിക്ക് ഇവിടെയും വേണ്ടത്. അപ്പോൾ നമ്മൾ 1/2 ഇഞ്ച് അകലത്തിൽ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ലൂസിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. ഞാനിവിടെ എന്തായാലും 1/2 ഇഞ്ച് അകലത്തിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ ഉള്ളിലേക്ക് നമുക്ക് തയ്യൽ തുമ്പ് കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് എടുക്കണം. അങ്ങനെയുള്ളവർ 2 ഇഞ്ച് തന്നെ എടുക്കണം കേട്ടോ. 2 ഇഞ്ച് എടുത്തതിന് ശേഷം ഇവിടെ എത്തുമ്പം 1 ഇഞ്ച് അകലത്തിൽ അടിച്ചാൽ മതി. ഓക്കെ, ഞാനിപ്പോൾ 1/2 ഇഞ്ചല്ല അടിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് 1 ഇഞ്ച് ഉള്ളിലേക്ക് തയ്യൽ തുമ്പ് അധികം വേണം എന്നുള്ളവർ കേട്ടോ. പിന്നെ ഞാൻ വണ്ണം വെച്ചാൽ കുറച്ചുകൂടി ലൂസാക്കേണ്ടി വരും എന്നൊക്കെ ചിന്തയുള്ളവർ 2 ഇഞ്ച് എടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് 1 ഇഞ്ച് അകലത്തിൽ വണ്ണം അടിക്കട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 ഇഞ്ച് അടിക്കുന്നുള്ളൂ. കാരണം ഈ കുട്ടി അത്ര പെട്ടെന്ന് വണ്ണം വെക്കുന്നതൊന്നുമല്ല. പിന്നെ ഇവർ കുട്ടികളല്ലേ, പെട്ടെന്ന് വളരും. അതുകൊണ്ട് തന്നെ അധികം ഈ ഡ്രസ്സ് ഇടാനൊന്നും പറ്റില്ല. നമ്മളെപ്പോലെ കുറേ ഒന്നും ഇടാൻ പറ്റില്ല. നമ്മൾ വണ്ണം വെക്കുന്നതിനനുസരിച്ച് തുന്നഴിക്കാനും ഷേപ്പാക്കാനൊക്കെ നിൽക്കില്ലേ, അങ്ങനെ കുട്ടിയൊക്കെ വരില്ല. കാരണം അവർ പെട്ടെന്ന് തന്നെ വളരുന്നതുകൊണ്ട് തന്നെ അധികം ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ 1/2 ഇഞ്ച് ഗ്യാപ്പിൽ അങ്ങനെ ഇട്ട് പോകും കേട്ടോ, സ്റ്റിച്ച് ചെയ്ത് പോവും. അപ്പോൾ 2 അടി പഠിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തുന്നി വിടാനും പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. നമ്മൾ എന്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 അടി പഠിക്കുക. പിന്നെ ഞാൻ സെയിലിൽ വെക്കുന്നത് 2 അടി പഠിക്കാറില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. കസ്റ്റമർക്ക് അതിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറില്ല. ഇനി താഴെ ലെങ്ത്ത് കറക്റ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ മെഷീൻ്റെ മേലിൽ നിന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റാത്തവർ ടേബിളിൽ അല്ലെങ്കിൽ നിലത്ത് കറക്റ്റ് വെച്ചതിന് ശേഷം കറക്റ്റ് ചെയ്യാം. ഞാനിവിടെ മെഷീൻ്റെ മേലിൽ നിന്ന് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി താഴത്തെ ഭാഗം മടക്കി അടിക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ഷേപ്പ് ഒരു വല്ലാത്തൊരു ഷേപ്പ് ആയതുകൊണ്ട് തന്നെ മടക്കി അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു.
അപ്പോൾ പിന്നെ നേരെ ഉള്ളവർക്ക് കുഴപ്പമില്ലാതെ മടക്കി അടിക്കാൻ പറ്റും. ഈ മടക്കി അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വലിച്ചിട്ട് മടക്കി അടിക്കാൻ പറ്റില്ല കേട്ടോ. കൈനൊന്നും അല്ലെങ്കിൽ ആ തുണീനൊന്നും ഫ്ലെക്സിബിൾ ആയിട്ട് അതിനെ വലിയ ബലം കൊടുക്കാതെ അടിച്ചാൽ മാത്രമേ താഴത്തെ ഭാഗം ഷേപ്പിൽ നല്ല വൃത്തിയിൽ ആ ഒരു സ്റ്റിച്ച് വരത്തുള്ളൂ. വലിച്ചാൽ ആ വലിവ് അങ്ങനെ തന്നെ കാണാൻ പറ്റും കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുകൂടെ ശ്രദ്ധിക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഞാൻ നോക്കാം. അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതിനൊപ്പം തന്നെ പറയാൻ ശ്രമിക്കാം കേട്ടോ. അതാണ് എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം ഈ വീഡിയോൻ്റെ കൂടെ എനിക്ക് ഓടിയിട്ട് എത്താത്തത് പോലെ ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ഒരുപാട് ഓടിയതുകൊണ്ടായിരിക്കും ഒരു ചുമയൊക്കെ വന്നത്. ഇനി ഹെമ്മിങ് ചെയ്യണം. ഈ ക്യാൻവാസിൻ്റെ ഭാഗം ഉള്ളിലേക്കില്ലേ, അത് കൈത്തുന്ന് തുന്നാം. അങ്ങനെ തുന്നാൻ പറ്റാത്തവർ അല്ലെങ്കിൽ തുന്നാൻ മടിയുള്ളവരെന്ത് ചെയ്യണം, ഇതേപോലെ ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ 1/4 ഇഞ്ചോ ഗ്യാപ്പിൽ മെഷീനിൽ തന്നെ സ്റ്റിച്ച് ചെയ്താലും മതി കേട്ടോ. അങ്ങനെ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ലെങ്ത്ത് കൂട്ടിയാൽ വലിയൊരു കുർത്തിയായി കേട്ടോ. അപ്പോൾ എനിക്ക് കമൻറ്റ് ചെയ്ത ആൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്തിട്ട് നന്നായിട്ടുണ്ടോ എന്നുള്ളതും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ മനസ്സിലായിട്ടില്ലേ എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതാണ് ഫൈനൽ റിസൾട്ട്. എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞില്ലേ, താഴത്തെ ഫ്രണ്ടിലത്തെ ഭാഗം ജസ്റ്റ് ഒന്ന് പൊങ്ങിയിട്ടാണ് ഉണ്ടാവുകയെന്ന്. അങ്ങനെയാണുള്ളത്. ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട. ബൈ.